കൂട്ടക്കൊലപാതകങ്ങൾ കണ്ടു നടുങ്ങിയിട്ടുണ്ട് മുൻപും കേരളം. പ്രതികാര കൊലപാതകങ്ങളും സ്വർണവും പണവും തട്ടിയെടുക്കാൻ ആസൂത്രിതമായി നടത്തുന്ന കൊലപാതകങ്ങളും മോഷണത്തിനിടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളും അങ്ങനെ പലവിധ കാരണങ്ങൾ. കൊലപാതകം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞ പ്രതിപിടിയിലായിട്ടും ഇപ്പോഴും ദുരൂഹത മാറാത്തൊരു കേസാണ് പാലക്കാട് കടമ്പഴിപ്പുറം ഇരട്ട കൊലപാതകം. ചീരപ്പത്ത് ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമണിയും വെട്ടേറ്റ് കൊല്ലപ്പെട്ടത് 2016 നവംബർ 15-ന്. 2021 ഒക്ടോബർ 21-ന് പോലീസ് അറസ്റ്റ് ചെയ്ത കൊലയാളിയെ കണ്ട നാട്ടുകാർ അമ്പരന്ന്. കടമ്പഴിപ്പുറത്തെ തീരാത്ത ദുരൂഹത. ദുരൂഹതകളേറെ ഉണ്ടായിരുന്ന കൊലപാതകം. കൊലയ്ക്കുപയോഗിച്ച ആയുധവും പ്രതിയുടെ വസ്ത്രവും വീട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ പ്രതി ആരാണെന്ന് മനസ്സിലാകാൻ 5 വർഷമെടുത്തു. തങ്കമണിയും ഗോപാലകൃഷ്ണനും അന്ന് താമസിച്ച വീടാണ്. വീട്ടിലിപ്പോൾ ആരും ഇവിടെ താമസിക്കാനില്ല. ഏകദേശം 8 വർഷത്തോളമായിട്ട് ഇത് പൂട്ടിയ നിലയിലാണ്. കാടൊക്കെ പിടിച്ച് കണ്ടില്ലേ. കടമ്പഴിപ്പുറം ഇന്നുവരെ കാണാത്ത കാഴ്ചയാണ് ആ വീട്ടിൽ നടന്നത്. വെട്ടിയിട്ടും കുത്തിയിട്ടും എല്ലാ തരത്തിലും മൃഗീയമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് അവിടെ കണ്ടത്. മാത്രമല്ല ഇവർ മരിച്ചു കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിലും എല്ലാം എൻ്റെ കാൽപാദങ്ങൾ മൂടുന്ന അത്രയും കനത്തിൽ വെള്ളം കലർന്നിട്ടുള്ള രക്തം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഈ കൊലപാതകം ചെയ്തിട്ടുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എവിടെയും എത്താത്ത ലോക്കൽ പോലീസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈവിട്ടിട്ടും വർഷങ്ങളോളം പ്രതി കാണാമറയത്ത് തന്നെ തുടർന്നു. ഒരു തെളിവുകളും പോലീസിന് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നുവരേക്കും കിട്ടിയിട്ടുള്ള വിവരം. സംയുക്ത സമരസമിതിയുടെ ആൾക്കാർ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങളിലേക്കൊന്നും ഇന്നുവരേക്കും കടന്നു ചെല്ലാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോപാലകൃഷ്ണൻ നായരുടെയും തങ്കമ്മയുടെയും കൊലപാതകി അഴിക്കുള്ളിലായി. പ്രതിയുടെ പേര് കേട്ട നാട്ടുകാർ ഞെട്ടി. രാജേന്ദ്രൻ ചെന്നൈയിൽ ചായക്കട നടത്തുന്നയാളാണ്. ഗോപാലകൃഷ്ണന്റെയും തങ്കമ്മയുടെയും അയൽവാസി. പണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. പക്ഷേ നാട്ടുകാർക്ക് സംശയങ്ങൾ ഇന്നും ബാക്കിയാണ്. ഇങ്ങനെ ഒരു പ്രതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പിടിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല. യഥാർത്ഥം ഞങ്ങൾക്കൊക്കെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓട് പൊളിച്ചിറങ്ങിയെന്നാണ് പറയുന്നത്. FIRൽ ഓട് പൊളിച്ചിറങ്ങിയെന്നാണ് പറയുന്നത്. ഓട് പൊളിച്ചിറങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇതിൻ്റെ പട്ടികയുടെ ഇടയിൽ കൂടെ അയാളെ കൊള്ളില്ല. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.